വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടുമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടുമാങ്ങ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് പച്ച മാങ്ങയിലും ചെയ്യരുത്, എന്നാൽ ഒരുപാട് പഴുത്ത മാങ്ങയിലും ചെയ്യരുത്. കുറച്ച് പഴുത്ത മാങ്ങ ആണ് എടുക്കേണ്ടത്. ഇത് ഞാനിവിടെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. ഇതിനൊരല്പം കയ്പുള്ളത് കൊണ്ടാണ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ വേവാനായിട്ട് ഒരു 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാങ്ങ നന്നായിട്ട് വെന്ത് അലിഞ്ഞു വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഈ മാങ്ങ നന്നായിട്ട് വെന്ത് ഈ വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറി നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഇതൊന്ന് ഉടച്ച് കൊടുക്കാം. മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ മധുരം ഒന്നുകൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത്തിരി മധുരം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കണം. അപ്പോൾ ചില ആളുകൾക്ക് മധുരം ഇത്തിരി കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ഉടനെ നമുക്ക് തീ ഓഫാക്കാം. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. അപ്പോൾ കടുമാങ്ങയിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്, എന്നാലേ ടേസ്റ്റ് കാണുകയുള്ളൂ. ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതില്ല. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുമാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അത്യാവശ്യം എരിവും അതുപോലെ തന്നെ നല്ല മധുരവും എല്ലാം കാണും. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ സൂപ്പറാണ്. പിന്നെ 2-3 ദിവസമെല്ലാം ഇത് കേടാവാതെ ഇരിക്കും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.